ഗൈസ് നോക്കൂ, ഞങ്ങളിന്ന് ഇന്ന് അന്ന് എല്ലാം തെറ്റി. ഓ ഗൈസ് നോക്കൂ, ഇന്ന് ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോവാണ്. കിട്ടിയ സ്ഥലം തന്നെ നിങ്ങൾ ഞെട്ടിപ്പോകും. ഞങ്ങൾ പറയുന്ന സ്ഥലം കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടരുത്. യെസ് ഗൈസ് നോക്കൂ, ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ആയ വീരാജിപ്പേട്ടയിലേക്കാണ്. ഗൈസ് നോക്കൂ ഗൈസ്, അതായത് ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. നമ്മുടെ വീടിന്റെ അടുത്ത് വീരാജിപ്പേട്ട എന്ന് പറഞ്ഞ കർണാടകത്തിലെ ആ ഒരു സ്റ്റേറ്റ്, അതായത് അവിടെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ കർണാടകയോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കണ്ണൂര് പോകുന്നേക്കാളും എളുപ്പമാണ് വീരാജിപ്പേട്ട പോകുന്നത്. യെസ് ഗൈസ്, സത്യമായ കാര്യമാണ്. അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് കിടില സ്ഥലങ്ങളാണ് കാണാൻ വേണ്ടി പോകുന്നത്. ആ രണ്ട് സ്ഥലങ്ങളും അവിടെ ചെന്നിട്ട് നമ്മൾ കാണിച്ചു തരാം. മൈക്കിളിന് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ സ്ഥലമാണ്. അതെ, പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, അതാണ് ഞങ്ങൾ ആ സ്ഥലത്തോട്ട് പോവാ. നോക്കിയ വലിയ ഇത്ര നേരം ഭയങ്കര സ്നേഹഭാവം ഒക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പൊ ഒരു പുച്ഛഭാവമായി. ഗൈസ് നോക്കൂ, അപ്പനുണ്ട്, ലിബിനുണ്ട്, മമ്മിയുണ്ട്. മമ്മി സാധനമൊക്കെ തേച്ചിട്ട് ലെവലായോ? അല്ല, എങ്ങനെയുണ്ട് മുഖം? എങ്ങനെയുണ്ട്? എനിക്ക് അതല്ല, ഞാനേ കടുമ്പ് കൊടുത്തേ എന്റെ താടി മറ്റേ വളർത്തി തലയിലെ താരം താടിക്ക് പിടിച്ചു. ഇവിടെ കണ്ടറിയാം, കഴിഞ്ഞ വീഡിയോ എല്ലാം കണ്ടറിയാം. അപ്പൊ ഞാൻ പറയട്ടെ, അവന്റെ ആനക്കാര്യം പറയുമ്പോഴാണ് മമ്മിയുടെ ചേനക്കാര്യം. താരം പിടിച്ചു. ഇവിടെ എന്ത് സാധനം വെച്ച് തേച്ചിട്ടാണ് ആ സാധനം പോകുന്നില്ല. ഇത് വെച്ച് ഒരു പ്രാവശ്യം വെച്ച് നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് ഇറങ്ങാം ഗൈസ്. ഇതിനാണോ പോകുന്നത്? ഇതിനാണോ പോകുന്നത്? ഏതിന്? ഗൈസ് നോക്കൂ, ഈ കാണുന്ന സഫാരി സ്ട്രോമിലാണ് ഞങ്ങൾ പോകുന്നത്. ഗൈസ് ഇന്നൊരു പ്രത്യേകത ഉണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ യാത്രയിൽ ആദ്യമായിട്ട് ഒരു ലേഡി വണ്ടി ഓടിക്കും. അതെ അതെ, അഭിരാമി ഓടിക്കും. ഗൈസ് ഇന്ന് വണ്ടി ഓടിക്കുന്ന അഭിരാമിയാണ്. അപ്പൊ ഞാനും ലിവിനും സൈഡിലിരുന്ന് അപരാധം അല്ലെന്നേ, അവതാരണം അത് തന്നെ അല്ല, അവതാരകം ഞങ്ങൾ ചെയ്യും. അപ്പൊ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. ലിവിനെ പോവാ ലിവി. മൈക്കിൾ അഭിരാമി ഓടിക്കും, പേടി ചേട്ടൻ മേക്കി പോയി കാണുന്നുണ്ട്. താക്കോലിന്റെ തന്നില്ലേ? പൊക്കോ. നീ ലൈസൻസ് എടുത്ത് എത്ര നാളായി? ഞങ്ങളുടെ വണ്ടി മൊത്തം ഇവിടെ ലൈസൻസ് അല്ല കേട്ടോ. രാവിലെ അഭിരാമിയും ലിബിനും പഠിക്കാൻ വേണ്ടി പോയിട്ട് വന്നു. ഞാൻ ഡ്രൈവറാ, പക്ഷെ റോട്ടിൽ ഓടിക്കാനുള്ള സംഭവം കിട്ടിയിട്ടില്ല. ആകാശത്തിൽ ഓടിക്കാൻ, ഭൂമി ഓടിക്കാൻ കിട്ടിയിട്ടില്ല. 19-ാം തീയതിയാണ് ലിബിന്റെ ടെസ്റ്റ്. 19-ാം തീയതി. യെസ് ഗൈസ്, കേറിക്കോ. ഞാൻ ആശാൻ അടുത്ത ഓഫർ ഇട്ട് ഞാൻ പോകും. അടുത്തോ ഗൈസ് നോക്കൂ, ഫൈനലി അഭിരാമി വണ്ടി എടുക്കാണ്. അപ്പനും അമ്മയും മൈക്കിളും അഭിരാമിയും വണ്ടി കയറി. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഒരു യാത്ര ലേഡി ഓടിക്കുന്നത്. ഇനി നമുക്ക് ബസ് കൊടുക്കണം, അതെ, ലോറി കൊടുക്കണം, അതെ, JCBക്ക് കൊടുക്കണം, അതെ, പണിക്ക് വരണം. ഗൈസ് അതായത് ഇതിന് വേണേ പോവാട്ടോ. പക്ഷെ വേണേ ഈ രണ്ട് വണ്ടിയിൽ ഏതിലും പോവാം. പക്ഷെ അഭിരാമിക്ക് ഓടിക്കാൻ ഇഷ്ടം ഇതായതുകൊണ്ട് ഇത് എടുക്കുന്ന. ഞാൻ കൂടുതലും നാട്ടിൽ വരാൻ ഏറ്റവും കൂടുതൽ ഓടിക്കുന്ന ഈ വണ്ടിയാണ്. എല്ലാ ഏതാ ഗൈസ്, അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ഓടിക്കാൻ പഠിച്ചു കേട്ടോ. നല്ല രീതിയിൽ ഓടിക്കാൻ പഠിച്ചവരാ, തപ്പലൊന്നുമില്ല. നീയും കൂടി ഉള്ളു ഓടിക്കാൻ. എനിക്ക് സാധനം കിട്ടാഞ്ഞിട്ടല്ലേ. എന്നത്? മറ്റേ സാധനം, ലൈസൻസ് ചീട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രാജാവല്ലേ. ഇവളെന്താ ഇങ്ങനെ ഓടിക്കുന്നത്? അവിടെ കറക്റ്റ് ഏലിനെടുക്കും. അത് ഏലിനെടുക്കും, നോക്കിക്കോ. ആണോ? അവിടെ ഇട്ട് തിരിക്കുവോ? അവിടെ ഇട്ട് തിരിക്കും. ഫൈനലി വണ്ടി ഇറങ്ങി. വീരാജിപ്പേട്ട ദേക്കോ നൂ പ്ലേസ്. ചലോ അല്ല, ചലോ 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 വീരാജിപ്പേട്ട ദേക്കോ നൂ പ്ലേസ്. യെസ്, ബാ നമുക്ക് ഗേറ്റ് അടച്ച് വിടാട്ടോ. ഗൈസ് നോക്കൂ, ലിബി കയറി, എല്ലാരും കയറി. എവിടെയാ? ഈ സൈഡാ? അപ്പുറത്ത് ഡ്രൈവറിന്റെ സൈഡിൽ ഇരിക്കുന്ന സേഫ്. ഒരിക്കലും സ്വന്തം ആരും. ഗൈസ് നോക്കൂ, അതായത് നമുക്ക് നേരെ വണ്ടി കയറാം. ഇവൻ ഒരു 1.5 മുതലാട്ടോ. ഇറ്റ് ഈസ് വെരി നൈസ് ഗൈസ്. പണ്ട് മുതലുള്ള ഒരു ആഗ്രഹമാണ് സഫാരി സ്ട്രോം. രണ്ടും ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെയാണ് ഇവനെ ഞങ്ങൾ മേടിക്കുന്നത്. ഫൈനലി എല്ലാവരും വണ്ടിക്കുള്ളിൽ കയറി. എല്ലാവരും ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള അത്യാവശ്യം ഡ്രൈവ് ചെയ്ത് സെറ്റപ്പ് ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. വളവൊക്കെ ഓടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒട്ടും ഞാൻ അഭിരാമിയല്ല ഡ്രൈവിംഗ് പഠിച്ചത്. എനിക്ക് സ്റ്റീറിംഗ് ബാലൻസ് ഉണ്ട്, ഗീറിടാൻ അറിയത്തില്ല. അഭിരാമിക്ക് വന്ന സമയത്ത് സ്റ്റീറിംഗ് ബാലൻസ് ഇല്ലായിരുന്നു. എല്ലാവരും വീട്ടിൽ നിന്ന് പറിച്ച പേരയ്ക്ക കഴിക്കുന്നത് എങ്ങനെ കാണിച്ചുതരാം. മൈക്കിൾ എങ്ങനെ ഉടക്കണമെന്ന് ആലോചിച്ചിരിക്കുക കേട്ടോ. എങ്ങനെയുണ്ട് അഭിരാമി? കുറച്ചും കൂടെ കയറി ഇരിക്കണം, സ്റ്റീറിംഗേ കിടന്ന് ഉറങ്ങാം. എടി ഇറക്കിയിട്ടാ ഓടിക്കണ്ട കേട്ടോ. അല്ല, ഓരോരുത്തരും ഇഷ്ടം അത്. ഗൈസ് നോക്കൂ, അതായത് ഞങ്ങളുടെ ഫാമിലിയിലെ ആദ്യം ലൈസൻസ് കിട്ടിയത് എനിക്ക്, രണ്ടാമത് ഇവക്ക്. ശരിക്കും ലിബിനായിരുന്നു കിട്ടണ്ടേ. ലിബിനാണ് ഇവളെ പഠിപ്പിച്ചത്, കാരണം ഞാനല്ല പഠിപ്പിച്ചത്. ആദ്യം ലൈസൻസ് കിട്ടിയ എനിക്ക്.
അപ്പന് കിട്ടി വേറെ പല ലൈസൻസും. ഗൈസ് അപ്പൻ അടിയാട്ടോ. ഞങ്ങൾ പോകേണ്ട വന്നു, അല്ലായിരുന്നല്ലോ ഇവർക്ക് രണ്ടിനും ഒരുമിച്ച് എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഞങ്ങളുടെ വിസ പ്രശ്നം ഉള്ളതുകൊണ്ട്. നോക്കിയേ, ഞങ്ങൾക്ക് വണ്ടി അവിടെ നിർത്തിയിട്ട് ഈ മൈക്കിള് മറ്റേ ചോക്ലേറ്റും പിന്നെ അതിൽ ഐസ്ക്രീം ഒക്കെ തന്നെ ഇവിടെ ഒക്കെ അലമ്പാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലിന്റെ സാധനമൊക്കെ പൊളിച്ചു കളയണം. അപ്പൊ എവിടെ നിർത്തി ഗ്ലാസ് വൃത്തിയാക്കിട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി അഭിരാമി വണ്ടി ഓടിച്ച് മാക്കൂട്ടം ചുരത്തിലെത്തി. അഭിരാമി നല്ല കിട്ടുകാഴ്ച. ഗൈസ് നോക്കൂ, ഫൈനലി വണ്ടി ഓടിച്ച് ഞങ്ങൾ അങ്ങനെ എവിടെ എത്തി? മാക്കൂട്ടം ചുരത്തിലെത്തി. ഞങ്ങളുടെ അടുത്ത പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി ഇവിടെ ഫുള്ള് മൈക്കിള് എന്ത് ഐസ്ക്രീം ഒന്ന് മൊത്തം നശിപ്പിച്ചിട്ട് വെക്കണം. അപ്പൊ ഇതും അതുപോലെ തന്നെ ഇവിടെ ഒരു എല്ലും ഉണ്ട്. ഈ എല്ലും പറിച്ചു കളയണം. എന്നിട്ട് ഇതൊന്ന് ഗ്ലാസ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വേണ്ടി നോക്കിയതാ, പക്ഷെ നമുക്ക് അവിടെ നടന്നില്ല. എല്ലാം എങ്ങനെ പറിക്കുക? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ലൈസൻസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലിന്റെ ഒന്നും കാര്യമൊന്നുമില്ല. എല്ല് പറിച്ചില്ലേലും കുഴപ്പമില്ല. പിന്നെ ഫൈനലി അങ്ങനെ മമ്മിക്ക് ഒരു 1.5 മേടിച്ചു കൊടുക്കണം കേട്ടോ. എന്റെ അമ്മേനെ കുറിച്ച് അങ്ങനെ പറയല്ലോ, എന്നാലേ കാര്യമുള്ളൂ അല്ലേ? ഇത് ഫുള്ള് മൈക്കിളിന് ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തിട്ട് മൈക്കിളെ ഇങ്ങോട്ട് നോക്കിയേ. മൈക്കിളെ ഇങ്ങോട്ട് തിരിച്ചേ. മൈക്കിളെ ഇങ്ങോട്ട് നോക്കിയേ. മൈക്കിളെ നീ ആണോ ഐസ്ക്രീം വെച്ചിട്ട് ഇത് മൊത്തം തേച്ച് വെച്ച ഗ്ലാസ്സില്? സത്യം പറയടാ ഗൈസ്, മൊത്തത്തിൽ എല്ലാരോടും ചെറുക്കൻ ഉടക്കിയിരിക്കുക കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാല് കുറ്റം പറഞ്ഞല്ല അഭിരാമി. അഭിരാമി കുറ്റം പറഞ്ഞല്ല, വഴക്ക് പറഞ്ഞ. മൈക്കിളെ പപ്പ പറിച്ചു കളഞ്ഞോ? ഓ പപ്പ മിടുക്കൻ തന്നെ, മിടുക്കൻ. ആരാ 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 ആരാ? അപ്പ ഇതിലല്ല പപ്പേ, അപ്പ ഫ്രണ്ട് ക്ലാസ്സിലെ പപ്പ നശിപ്പിച്ചു കളഞ്ഞു. ഇത് വൈപ്പിട്ട് കൊടുക്കുക. ആരെ പിടിക്കാൻ? പിന്നെ അഭിരാമിനെ പിടിക്കാൻ. പിടിക്കേ ഇതൊന്ന് തുടക്കട്ടെ കേട്ടോ. ഇതിനെ മൊത്തത്തിൽ ഉടക്കിയിരിക്കുന്ന മേലും നോക്കുന്നു. ഗൈസ് ഫൈനലി നിർത്തിയെടുത്തുനിന്ന് വണ്ടി എടുത്തു കേട്ടോ. നേരെ ഞങ്ങൾ വിരാജിപ്പേട്ടയ്ക്ക് ഇവിടെ ഇട്ട് വണ്ടിയുടെ ഗ്ലാസും സംഭവമൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി എല്ലാം ലെവലാക്കി എല്ലാം സെറ്റപ്പാക്കി. ഇനിയിപ്പോൾ നേരെ ഇതേ ഈ കാണുന്ന ചുരം കയറ്റി പോകണം കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വാഹനങ്ങളുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വണ്ടിയുണ്ട്. സാധാരണ ഇത്രയും വാഹനങ്ങളും സംഭവങ്ങളും ഉണ്ടാകാറില്ല. എന്തൊരു രസമാണ് ഞങ്ങളുടെ ചെറുക്കൻ പോകുന്നത് കാണാൻ വേണ്ടി. നേരെ ഈ വളവ് നമ്മൾ നേരെ വളച്ച് നേരെ കയറ്റുന്നു. ഇതുപോലത്തെ ഒരു 5-8 10 ഉണ്ട് കേട്ടോ കയറ്റി പോകാൻ വേണ്ടി. എനിക്കിട്ട് പണി തരുന്നതെന്ന് തോന്നുന്നു. ഗൈസ് അവർ വണ്ടിയും കൊണ്ട് പോയി. ഗൈസ് ഫൈനലി ഞാൻ വണ്ടിക്കുള്ളിൽ കയറി. ഒരു നിമിഷം ഞാൻ വിചാരിച്ചു പോയി ഇവരെന്നെ പറ്റിക്കുന്നതാണോ എന്ന്. ഇല്ല ഞങ്ങൾ വളവ് നിർത്തിയില്ലേ. കേട്ടാ നിനക്ക് ഓടിക്കാൻ അങ്ങനെയുണ്ടാ? അഭിരാമി വണ്ടി ഒരു 10-15 പ്രാവശ്യം തെറി കേട്ടോ കേട്ടോ. അല്ല കാരണം നമ്മൾ ഗിയർ മാറ്റുന്നത് ശരിയല്ല. സ്റ്റഡി ക്ലാസ് കൊടുത്തു. ഒരു കാര്യം പറയട്ടെ, അഭിരാമി വണ്ടി ഓടിക്കുമ്പോഴേ എനിക്കിപ്പോ മനസ്സിൽ വരുന്ന കസാക്കിസ്ഥാനിലെ പോലെയാ. പെണ്ണുങ്ങളെ പണിക്കോ ആണുങ്ങളെ പാവങ്ങളെ വീട്ടിൽ ഇരിക്കുന്നു. അങ്ങനെ വരണം കേരളത്തിൽ. അല്ലെന്ന് പണിയെടുത്തിട്ട് ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ. തൊട്ട് ഫ്രണ്ടില് ഒരു ട്രക്ക് ഉണ്ട്. അഭിരാമി കസാക്കിസ്ഥാനിൽ എങ്ങനെയാണെന്നറിയാവോ? അവിടെയൊക്കെ പെണ്ണുങ്ങൾ പണിയെടുക്കും, എന്നിട്ട് പുരുഷന്മാരെടുത്താ പൈസ കൊടുക്കും. എന്നിട്ട് അവര് ലാവിഷായിട്ട് വണ്ടി ഓടിച്ചിങ്ങനെ നടക്കും. രാവിലെ ആയിട്ട് പെണ്ണുങ്ങൾ വീണ്ടും പണിക്കോ. ആ ഒരു ഇത് വരണം. നോക്കൂ, ഈ ഒരു വണ്ടി അഭിരാമിക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. ശ്രദ്ധിക്കണം. അത് അത്യാവശ്യം നല്ല രീതിയിൽ ലോഡുള്ള ഒരു ട്രക്കാണ്. 17-ാം തീയതി നീ ഇപ്പൊ ഏത് ഗിയറിലാണ് ഇട്ടാക്കുന്നത്? ഫസ്റ്റിലിട്ടിട്ട് ഗ്യാപ്പ് കിട്ടുമ്പോൾ കയറ്റണം. ഓടിക്കാൻ എങ്ങനെയുണ്ട്? ഇല്ലില്ല, അവിടെ ഗ്യാപ്പ് ഉണ്ടോ നോക്കണം. ഫുള്ള് വളവാട്ടോ. ആവേശം കേട്ടോ ഞാൻ പുലിയാ കേട്ടിക്കോ. എടി സെക്കൻഡിൽ ഇടണം. ഫസ്റ്റ് കൊടുത്ത് അത് കേറി കഴിഞ്ഞല്ല, നടുക്കൂന്ന് തന്നെ മാറ്റണം കേട്ടോ. ഈ കാണുന്ന ഈ ഒരു വഴി ഇവള് ഓടിച്ച് കയറ്റിയ ഇവള് അത്യാവശ്യം ഇനിയിപ്പോ എവിടെ പോകാനും പേടിക്കണ്ട. ഇറക്കുമ്പോ
അഭിരാമി അത് ചങ്കടിക്കുന്ന വേറെ വണ്ടി വരുമ്പോ അതല്ല ഇറക്കം നമുക്ക് എസ്പിന് ഇറക്കില്ല കയറ്റം നമുക്ക് എങ്ങനെയാണ് കയറി പോ ഇറക്കമാണ് പാട്. യാഥാർത്ഥ്യം കൊച്ചാകെ മൊത്തത്തില് മൈക്കിളാകെ എല്ലാവരുടെ ഉടക്കി ഐസ്ക്രീം മേടിച്ചു കൊടുക്കുകയും ചെയ്തു അതിനെ വഴക്ക് പറയുകയും ചെയ്തു. വണ്ടിയിൽ അവൻ ഐസ്ക്രീം ആക്കിയോണ്ട് ഞാൻ അവനൊന്ന് ശകാരിച്ചെന്നേ ഉള്ളൂ. ഇനി തൊട്ട് ഫ്രണ്ടിലേക്ക് നോക്കിയേ, ചുറ്റിനും കാട്. കാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൊടും കാട്. പണ്ടൊക്കെ ഇതിലെ വരാൻ നേരത്തെ എല്ലാവരും കിടുകിട വരയ്ക്കും. ഇപ്പൊ മൈസൂരിന് ഇങ്ങോട്ട് വരണം, നല്ല മഴയും നല്ല മൈസൂരിന് ഞാൻ കേട്ടോ മൈസൂരിന്ന് അല്ല മൈസൂരിന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മതി. വണ്ടി ശ്രദ്ധിച്ച് ഓടിക്കണം. ഗൈസ് നോക്കൂ, ഒരു മാസം ആയിട്ടുള്ളൂ. ഒരു ട്രെയിനിങ് എന്നുള്ള രീതിയിലാണ് ഇവളെ കൊണ്ട് ഞങ്ങൾ വണ്ടി ഓടിപ്പിക്കുന്നത്. ലൈസൻസ് ഉണ്ടോ പേടിക്കണ്ട. തൊട്ട് മേളിൽ ചെല്ലാൻ നേരത്ത് നല്ല കിടിലൻ ഒരു ഒതന്റിക് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, കൊടക് റെസ്റ്റോറന്റ്. പേര് കണ്ടിട്ട് തന്നെ ഊമ്പല. അതിനാ ദേ ഫ്രണ്ടിൽ നിന്ന് ഒരു ലോറി വരുന്നുണ്ട്, കെയർഫുൾ ആയിരിക്കണം. എടുത്തോ, വണ്ടി എടുത്തോ. പുള്ളിക്കാരനെ ഇപ്പൊ നീ വരുന്ന കണ്ടിട്ട് പേടിച്ചേ. വഴി ഭയങ്കര മോശം കേട്ടോ, വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. അത് കുറച്ചായിട്ടോ, ഇപ്പോൾ ഒരു 1.5 വർഷമായി നമ്മൾ SS കൊണ്ടും TT കൊണ്ടും, അതായത് നമ്മൾ യൂറോപ്പിലേക്കൊക്കെ നമ്മുടെ വണ്ടി കൊണ്ടുപോയപ്പോഴൊക്കെ ഇവിടുത്തെ റോഡുകൾ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. മേലോട്ട് കയറി വരാൻ നേരത്ത് ഫുള്ള് തല്ലിപ്പൊളി വഴി എന്ന് വെച്ചാൽ തല്ലിപ്പൊളി വഴിയാട്ടോ. കണ്ടോ ഫുള്ള് അങ്ങ് ഇതുണ്ടോ, അവിടെ നിന്നൊക്കെ കാറുകൾ ഇറങ്ങി വരുന്നുണ്ടോ. മോശം വഴിയാട്ടോ അവിടെയൊക്കെ. എല്ലാവരും പെതിയാണ് വരുന്നത്, കാരണം എന്നാ ഫുള്ള് കട്ട് റോഡാട്ടോ. നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇത് വർഷങ്ങൾക്ക് മുമ്പേ വന്ന റോഡാണ്. ഇതല്ലേ ഇപ്പം പൊളിഞ്ഞു, വീണ്ടും റീടാർ നടക്കുന്നുണ്ട്. താഴെയൊക്കെ പല സ്ഥലങ്ങളിലും ടാറിങ് സംഭവമൊക്കെ ഓക്കെ ആയി. പക്ഷേ എല്ലാ വണ്ടികളും എഴഞ്ഞാട്ടോ വരുന്നത്. നോക്കിയേ, അവിടുന്ന് വരുന്ന വണ്ടി നോക്കിയേ, ഫുൾ തല്ലിപ്പൊളി റോഡെന്ന് വെച്ചാൽ ഫുള്ള് തല്ലിപ്പൊളി റോഡാട്ടോ. ഹായ് ഗൈസ്, കർണാടകയിലുള്ള നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് തോന്നുന്നു. ഗൈസ്, ഞങ്ങളുടെ ഈ ഏരിയന്നേ കുറേ അധികം ആളുകൾ എന്തായിട്ടുണ്ട്, കർണാടക, ബാംഗ്ലൂർ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കണ്ടമാനം ആൾക്കാർ സെറ്റിലായിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഈ റൂട്ടിൽ കണ്ടമാനം കുരങ്ങന്മാരുണ്ട് കേട്ടോ. 1 2 ഒന്നുമല്ല, കണ്ടമാനം. ഇവർക്ക് ഫുഡ് കൊടുക്കാനോ ഇവരെ താലോലിപ്പിക്കാനോ ഇവർ കൂടുതൽ ഫോട്ടോ എടുക്കാനോ ഒരു രീതിയിലുള്ള പരിപാടിക്ക് നിന്നാക്കരുത്. വലിയ കേസാണ്. കേസായി കഴിഞ്ഞാൽ പിന്നെ തീരുമെന്ന് വിചാരിക്കണ്ട. ഒരാൾ ആക്റ്റീവായിട്ടുണ്ട് കേട്ടോ. ഹായ്. അപ്പാപ്പയ്ക്ക് ചോറ് മേടിച്ച് താടാ, അപ്പാപ്പയ്ക്ക് എന്തിനും മേടിച്ച് താത്താ. ഗൈസ്, എല്ലാവരും അഭ്യർത്ഥന പ്രമാണിച്ച് അല്ലെങ്കിൽ മാനിച്ച് ഞങ്ങൾ മൈക്കിളിനെ കാർട്ടൂൺ കാണലിൽ നിർത്തി. കാർട്ടൂൺ കാണലിൽ നിർത്തി കേട്ടോ. ഗൈസ്, ഇനി ഇച്ചിരി പാടുവിടും, കാരണം റോഡ് തല്ലിപ്പൊളിയാണ്. താഴെ നല്ല രീതിയിൽ റോഡ് പണിത് സെറ്റപ്പ് ആക്കി വന്നിട്ടുണ്ട്. പക്ഷെ മേളിലേക്ക് വരുന്നത് വളരെ മോശം അല്ലേടി അഭിരാമി? ഭയങ്കര മോശമാണ് റോഡ്, ഭയങ്കര കട്ടോ. ഇല്ല, കാർട്ടൂൺ കാണലൊക്കെ നിർത്തി, എല്ലാ പരിപാടി മൈക്കിളിൽ നിർത്തി. ഗൈസ്, ഫൈനലി ഞങ്ങൾ വിശന്നു പോയി. അപ്പം ഞങ്ങൾ കഴിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ കഴിക്കാൻ പോകുന്നു. അയിലുണ്ട്, CD ഉണ്ട്. ഏതാ വേണ്ട? അമ്മ ഇത്ര പെട്ടെന്ന് മാറ്റിയോ? എത്ര പെട്ടെന്ന് അമ്മ ഇവിടെ ഇരിക്കാം. ഇവിടെ 6 പേർക്ക് ഇരിക്കാം. ആള് വന്ന പാടെ ഒരു സ്ലൈസ് ഒപ്പിച്ചു കേട്ടോ. അപ്പോൾ അവന് സന്തോഷമായി. കൊച്ചുങ്ങൾക്ക് ഇതൊന്നും കൊടുക്കുന്ന അറിയത്തില്ല അഭിരാമി നിനക്ക്? സ്ലൈസ് ഒന്നും പക്ഷെ പറഞ്ഞിട്ട് ഒരു കമന്റ് അടിക്കുന്നവർക്ക് നല്ല രസമുണ്ട്. കൊച്ചു പറഞ്ഞ കേൾക്കണ്ട, എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യമുണ്ട്, നമ്മുടെ കൊച്ചിലെ ഇത് പറഞ്ഞ് നമ്മൾ കൊതിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് പൈസ നമ്മുടെ കൊച്ചുങ്ങൾക്ക് അത് മേടിച്ചു കൊടുക്കണം. ഇനിയിപ്പോ പൂച്ചട്ടി മേടിച്ചു കൊടുക്കേണ്ടി വരും. അമ്മേ, ഇവിടുത്തെ കർണാടക സ്റ്റൈൽ ബിരിയാണി വന്നു, കൊട്ടക്ക് സ്റ്റൈൽ. കൈമാ റൈസ്, ഒരു മുട്ടയുണ്ട്, അടിപൊളി ബിരിയാണി. ഞങ്ങളുടെ അവിടെ കിട്ടുന്ന സെയിം സാധനം റെസ്റ്റോറന്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ അവിടെ നല്ല ബിരിയാണി കിട്ടുന്നില്ല ഇപ്പൊ. കേരളത്തിന്റെ പുറത്തുള്ള നല്ല ബിരിയാണി കിട്ടുന്നത് കൈസ്, അതിൻ്റെ കൂടെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടെ കിട്ടുന്ന സെയിം സാധനം. നമ്മളവിടെ മുട്ടയൊന്നുമില്ല ഇപ്പൊ. മുട്ടയില്ല. പിന്നെ ഇപ്പത്തെ പരിപാടി ഉണ്ട്, നമ്മുടെ അവിടെ ചിക്കൻ പൊരിക്കും, മസാല വേറെ ഇടും. വരുമ്പോ അത് മിസ്സാക്കുക പോലും ഇല്ല, അങ്ങോട്ടും കിട്ടും അല്ലേ. ഇതൊരു പ്രത്യേകതരം ഗ്രേവിയും ഒരു സാലഡും. ലിപിക്കൊക്കെ ചോറ് വന്നു. ചോറ് നമ്മുടെ സാധാരണ ചോറ്, എല്ലാ കറികളും മാത്രം വ്യത്യാസമുണ്ട്. എന്താ അങ്ങനെ? റവ ഇടും. റവ ഫ്രൈ ആണോ? മൈദ റവ ഇടും. ബാക്കിയുള്ള അയല കേട്ടോ. ഇത് CD മുള്ളൻ. പിന്നെ അതേപോലെ ഇതാണ് ചിക്കൻ 65. ബിരിയാണി കണ്ടാ നല്ല ബിരിയാണി.
ആ ചെറുക്കന് വരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. മൈക്കിൾ ഇഷ്ടപ്പെട്ടോ ചക്കരെ? ആണോ? നല്ല ബിരിയാണി. ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച കിഡിലും ഫുഡ് കിട്ടിലും ബിരിയാണി. ഹോണ്ടയുടെ ഷോറൂമിന്റെ തൊട്ട് ഫ്രണ്ടിലാട്ടോ. കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ വണ്ടി ഇത് കണ്ടോ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഭക്ഷണം കഴിച്ചത്. നല്ല കിഡിലും ഭക്ഷണം കേട്ടോ. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബീരാജിപ്പേട്ട. പേരെന്നാ? മിഥുൻ. പേര്? ഗൈസ് ഫൈനലി ഞങ്ങൾ എല്ലാവരും വണ്ടി കയറി ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തോട്ട് പോവാണ്. വീരാജിപ്പേട്ടയിലാണ് ഹോട്ടലുള്ളത്. നമ്മളിപ്പോൾ വീരാജിപ്പേട്ട കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ടിൽ കൂടെ വരാറില്ല. നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ മുതലായി കേട്ടോ. മണം പോലും പോകുന്നില്ല. നമ്മൾ ഈ വീരാജിപ്പേട്ടയുടെ ഈ ഒരു ടൗൺ സ്ഥലത്തേക്ക് നമ്മൾ വരാറില്ല. നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇതൊന്നും കാണാത്ത ഈ കാണുന്നതാണ് പല്ലിന്റെ മെഡിക്കൽ കോളേജ്. ഇവിടെ പല്ല് അടയ്ക്കുന്നതിനും പല്ല് കെട്ടുന്നതിനും പൈസ കൊടുക്കണ്ട, ഫ്രീയാ. യെസ് ഗൈസ്, ഇച്ചിരി വേദന കൂടുതൽ സഹിച്ചാൽ മതി. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല, നല്ല ഹോസ്പിറ്റൽ. എന്റെ ഓർമ്മ തൊട്ട് ഇവിടെ ആൾക്കാർ വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ ഒരാൾ കാണാൻ വേണ്ടി വന്നായിരുന്നു ഇവിടെ ഇട്ടിട്ട്. കണ്ടമാനം ആൾക്കാർ ഇവിടെ വരുന്നതാണ്. ഇതാണ് പല്ലിന്റെ, അതുപോലെ തന്നെ പല്ലിന്റെ എന്ത് പരിപാടിയോട് ഫ്രീയാ. അതെ, ഫ്രീ ആയിട്ട് ചെയ്തു തരും അല്ലേ ഇവനെ? ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിലെയാണ് ഇറങ്ങേണ്ടത്. ഒരു ട്രഡീഷണൽ നാച്ചുറലായ ഒരു കിഡില സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോ യാത്ര ചെയ്യാൻ വേണ്ടി. 1985 വണ്ടികളുണ്ട് ഇവിടെ. ഈ കാണുന്ന ഒരു കാട് പോലത്തെ ഒരു സ്ഥലത്തൂടെയാണ് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് വേണ്ടത്. വെറും 200 മീറ്റർ ഉള്ള, വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. പോകുന്ന സ്ഥലം ഏകദേശം ഇങ്ങനെ കേട്ടോ. ഫുള്ള് കാട് കയറിയാണ് നമുക്ക് പോകേണ്ടത് ഗൈസ്. അതായത് ഇത് അത്യാവശ്യം വീരാജിപ്പേട്ടയിലുള്ള എല്ലാവർക്കും അറിയുന്നൊരു കിഡിലൻ സ്പോട്ടാണ്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കിഡിലൻ, ഒരു കണ്ടമാനം കാറ് പാർക്ക് ചെയ്ത് വെച്ചാക്കുന്ന ഒരു വിൻറ്റേജ് കാർ സ്റ്റോറേജ് പ്ലേസിലേക്കാണ് നമ്മൾ സഞ്ചരിക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. നമ്മുടെ ചെറുക്കം പോണ പോക്ക് നോക്കിയേ, എന്ത് രസമെന്ന് നോക്കിയേ ഗൈസ്. ഏതൊക്കെ XUV വന്നാലും ടാറ്റ സഫാരിയുടെ ആ ഒരു ഫീല്, ആ ഒരു ലുക്ക്, അത് വേറെ ഒരു സാധനത്തിനും വരത്തില്ല കേട്ടോ. അത് 100% ഉറപ്പാണ്. സത്യമായ കാര്യം കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് ഗൈസ്. നോക്കൂ, ഈ കാണുന്നതാണ് നമുക്ക് പോകേണ്ട സ്ഥലം. ഈ കാണുന്ന ഈ ഒരു വഴി കൂടെ വേണം നമുക്ക് കയറിപ്പോകാൻ. അത്യാവശ്യം കയറ്റമുണ്ട്. ഫസ്റ്റ് കയറി പോകുന്ന കേസേ ഉള്ളൂ ഗൈസ്. അപ്പം വന്ന വഴി ഇതാണ്, പോകേണ്ട വഴി ഇതാണ് ഗൈസ്. ഈ കാണുന്ന സ്ഥലം ഫുള്ള് തേയിലയും കാടും അതുപോലുള്ള സംഭവമൊക്കെയാണ്. പിന്നെ മയിലൊക്കെ കരയുന്നതും അതുപോലുള്ള സൗണ്ടുകളും സംഭവങ്ങളൊക്കെ കേട്ടോ. നല്ല നാച്ചുറാലിറ്റിയിലുള്ള സൗണ്ട്. ചക്കയൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഗൈസ്. ഫൈനലി നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ മേലോട്ട് കയറാം കേട്ടോ. നമ്മുടെ ചെറുക്കൻ വീണ്ടും ഇറങ്ങി പോകാട്ടോ. ഒരു സ്ഥലത്തുനിന്ന് കയറി വന്നു, മറ്റൊരു സ്ഥലത്തുനിന്ന് ഇറങ്ങി പോന്നു. എപ്പടി ഇറക്കടാ? നല്ല കിടക്കാച്ച സ്ഥലം. അതുപോലെ ഇതിൻ്റെ അകത്തൂടെ ഇല്ലേ, ഞാനും പഠിച്ചിട്ട് വേണം എന്നും കൂടെ വരാൻ അല്ലേ. വണ്ടി കൂടി നല്ല സുഖം കേട്ടോ ഗൈസ്. അതായത് ഗൈസ്, ഒരു വണ്ടി 2 വണ്ടി അങ്ങനെ കഷ്ടി പോകാനേ പറ്റുള്ളൂ. അങ്ങനെ വലിയ സ്പേസ് എന്നുള്ള സ്ഥലമല്ല. ഇത് വീടാന്ന് തോന്നുന്നു. ഇവിടെ വീടൊക്കെ ഉണ്ടോ? ഇറ്റ് ഈസ് വെരി അമേസിങ് ഗൈസ്. ചീമക്കൊന്ന് ഗൈസ്, ഇതേ ഫുള്ള് കാപ്പിയാണത്. ഇത് ഫുള്ള് കാപ്പിത്തോട്ടം കേട്ടോ. ഇവിടുത്തെ കാപ്പി കുടിക്കണം. എന്നാ ടേസ്റ്റാന്ന്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മേടിച്ചായിരുന്നു 800 കിലോ. പണ്ട് ടൂറിസത്തിലെ കൂർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1 സംഭവമായിരുന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ ഇവിടെ താജ് അങ്ങനെ കുറേ അധികം റിസോർട്ടുകൾ, താജ്, മാരിയറ്റ് അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പം ഭയങ്കര എക്സ്പെൻസീവ് ആയിപ്പോയി. അപ്പോൾ ആൾക്കാർ ഇവിടെ നകന്നു പോയി ഗൈസ്. അതാണ് യാഥാർത്ഥ്യം. വയനാട്ടിലോട്ട് അതെ, എല്ലാവരും ഓരോ സ്ഥലത്തോട്ട് അകന്നു പോയി. യാദൃശ്യമായിട്ട് ഇതിന്റെ ഓണറിന്റെ മകനെ ഞങ്ങൾ കണ്ടുപിടിച്ചു. പേരെന്നാ? യഹിയ. ഗൈസ്, ഇവൻ മേലിൽ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് താഴോട്ട് പോകാൻ. ഒരു ദിവസം എത്ര പേര് വരും ഇവിടെ കാണാൻ? 50 ആവറേജ്. എത്ര വർഷമായി മ്യൂസ് ചെയ്ത്? ഇത് ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് ആയി. 10 വർഷം. ശരിക്കും ആരെയാ കാർ കളക്ഷൻ? അറിയാ? വെല്ലുപ്പാന്റെ. അതായത് ഉപ്പാന്റെ. പുള്ളിയുടെ പേരെന്നാ? അഹമ്മദ് കുട്ടി. ഇത് നിങ്ങളുടെ സ്വന്തം ലാൻഡാ? എത്ര ഏക്കർ ഉണ്ട്? ഇത് ഓൾമോസ്റ്റ് 30 ഏക്കേഴ്സ് ഉണ്ട്. 30 ഏക്കർ. ഇത് നിങ്ങളുടെ പഴയ വീടാ? പഴയ ഫാമിലി തറവാട് വീട്. എന്താ സ്ഥലം, വേറെ എവിടെ കാണാൻ പറ്റുമെന്നറിയാമോ? മലപ്പുറത്ത് ഇപ്പം പോയിട്ടുണ്ടെങ്കിൽ. ഇതൊരു പ്രത്യേകത ഫീലിംഗ് ഉള്ള പെട്ട വീടാട്ടോ. ഇത് 4 കെട്ടല്ലടാ ഇവനെ. ഇത് 2 നിലയായിട്ടുള്ള സംവിധാനമുള്ള വീടാട്ടോ. ഫുൾ അടച്ചിട്ടാക്കുവാണ്. അതായത് ഇത് തന്നെയാണ് ഇത് അടച്ചിട്ടാക്കുന്നേ. ആളില്ലാണ്ട് മാത്രം. ഓ, അല്ലാതില്ല. ഇപ്പൊ താമസമൊന്നുമില്ല. താമസമുണ്ട്. ഇപ്പൊ നിങ്ങളൊക്കെ താമസിക്കുന്ന എവിടെയാ? ഓ ഗൈസ്, നോക്കൂ, ഇവരിവിടെ
പിന്നെ അതായത് ഇവിടെ ഇങ്ങനെ വിൻറ്റേജ് കാർ, അതായത് ഞാനിത് കുറേ ആയി ഇവിടെ വരണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ കയറുന്നതിന് ഫീസ് സംഭവമൊക്കെ ഉണ്ട്. അതായത് അഡൽറ്റ് 100, ചിൽഡ്രൻ ഫ്രീ, 5 വയസ്സ് തൊട്ട് 12 വയസ്സിന് 50 രൂപ, മൊബൈൽ ക്യാമറ 30 പോയി, ഗൈസ് വീഡിയോ ക്യാമറ 100. അപ്പോൾ ഫോണും കൊണ്ട് വന്ന് നന്നായി. ഈ സംഭവമാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. വിദേശ രാജ്യത്ത് പോകാൻ നേരത്ത് ഈ സാധനം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് മൊബൈൽ ആണെങ്കിൽ എല്ലായിടത്തും അങ്ങനെ പൈസ വരാറില്ല. കയറുന്നതിനാകെ ഒരാൾക്ക് 3500 രൂപ ഉണ്ടാവുള്ളൂ. ക്യാമറയ്ക്ക് അവിടെ വെക്കും 20,000. ഇതുകൊണ്ടാണ് ഞങ്ങൾ പ്രൊഫഷണൽ ക്യാമറ ഉപയോഗിക്കാത്ത. ഇങ്ങനെ വീഡിയോ ക്യാമറ ആകുമ്പോൾ അതൊരു വലിയ ഡോളർ വേണ്ട, ഫോട്ടോ എടുക്കാനാന്ന് പറയാം. ഫോണാകുമ്പോൾ അത് പറയാൻ വലിയ വിഷയമുള്ള കാര്യമല്ല. ഇവിടെ വരാൻ നേരത്ത് നാച്ചുറാലിറ്റീനെ സ്നേഹിക്കുന്നവർക്ക് നാരങ്ങ എത്ര സാധനം നാരങ്ങാന്ന് നോക്കിയാൽ ഈ സാധനമാണ് അച്ചാറിടുന്ന നാരങ്ങ. ഇതല്ലേ? പിന്നെ അവിടെ നാരകം അതുപോലെയുള്ള അങ്ങനെ കുറേ സംഭവങ്ങൾ. ചാമ്പ ഒരു പ്രത്യേകമായിട്ടൊരു എന്താ പറയുക, ഒരു എസ്റ്റേറ്റ് വിസിറ്റ് ചെയ്ത ഫീലിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ 30 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ ഇതിനകത്ത് ക്യാമ്പ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഇവിടെ റൂമൊക്കെ ഉണ്ട്? ഇല്ലല്ലോ, ഹോട്ടൽ അങ്ങനെ സംവിധാനം ഒന്നുമില്ല. ഗൈസ് അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. പറ്റിപ്പോയി ഗൈസ്, അതില്ല ഗൈസ്. അതെ, വാ 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 എല്ലാവരും വാ. ഗൈസ് മൈക്കിളാണ് മെയിൻ കേട്ടോ. മൈക്കിളിൽ പിണങ്ങും. അതെ ഗൈസ് നോക്കൂ. അപ്പം നമ്മുടെ ഒരു സ്ഥിരം സബ്സ്ക്രൈബറാണ് ഇവൻ. ഇതാണോ സംഭവം? ഇതാണോ എൻട്രി? ഇത് ടിക്കറ്റ് കൗണ്ടർ മാത്രമായിട്ടാ? മ്യൂസിയം പോലെ എന്തെങ്കിലും ഉണ്ടോ? ആന്റിക്കൽ സംവിധാനം. ഗൈസ് ഇവൻ ഞങ്ങളോട് ടിക്കറ്റ് മേടിച്ചില്ല ഗൈസ് എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് നേരെ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ എന്നുള്ള ഓഹോ ഗൈസ്, അതായത് നമ്മുടെ പഴയ മറ്റേ വായിക്കുന്ന സാധനമില്ലേ, അത് റേഡിയോ, പിന്നെ അതുപോലെയുള്ള ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നാ കളക്ട് ചെയ്താ? ഗൈസ് കളക്ഷൻ സംവിധാനങ്ങളാ ഇത്. നോക്കിയേ. എടാ ഈ സെയിം സാധനം തന്നെയല്ലോ മറ്റേ സ്ഥലത്ത് പോയപ്പോൾ നമ്മൾ കണ്ടേ. ഇവിടെ തന്നെ ഒരു സ്ഥലമില്ല കേട്ടോ. ഈ മൈസൂർ ഒരു സ്ഥലം ഉണ്ടല്ലോടാ, വല്ല ടയർ മേളിൽ വെച്ചിട്ടുള്ള. ഗൈസ് പക്ഷെ എനിക്ക് അതിലും ഫീലിംഗ് തോന്നിയതാട്ടെ. ഇതിന് ഭയങ്കര നാച്ചുറൽ. വേറെ കാര്യമുണ്ട്, ഇത് നമ്മൾ യൂറോപ്പിലോട്ടൊക്കെ പോകണം. അവിടുത്തെ ആൾക്കാർ ഇത് 1 മണിക്കൂർ 2 മണിക്കൂറിന്റെ സ്കൂൾ വരെ പഠിച്ചിട്ട് അവർ പോവുള്ളൂ. സത്യം ഗൈസ്. ഇവിടെ ഏതാണ്ട് പഴയ TV അത് തുറക്കാൻ പറ്റുമോ? ഗൈസ് ഇത് കണ്ടോ? നമ്മുടെ ചെറുപ്പത്തിൽ ഈ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ തൊട്ടടുത്ത് സന്തോഷേൻ്റെ കടയിൽ 1 രൂപ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഫോൺ വിളിക്കായിരുന്നു. ഈ സാധനം 1 മിനിറ്റ് വിളിക്കായിരുന്നു. ലാസ്റ്റ് കഴിയുമ്പോൾ ഒരു റൗണ്ട് പോലത്തെ ഒരു സാധനം ഉണ്ട്, ഏതോ കുപ്പിയുടെ അതുവരെ ഇട്ട് വിളിക്കുമായിരുന്നു. ഇതെന്നാണ് സാധനം? ഇത് റേഡിയോ. ഇതെന്നെ സാധനം? ഇത് റേഡിയോയാ? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ റേഡിയോ ആണെന്ന്. ഗൈസ് നോക്കിയ ടേപ്പ് റെക്കോർഡ്, പിന്നെ അതേപോലെയുള്ള പല സംഭവങ്ങൾ. ഇതൊക്കെ അത്യാവശ്യം നല്ല തുടക്കല്ലേ എൻ്റെ പൊന്നു മോനെ. അവർ കഷ്ടപ്പെട്ട് സൂക്ഷിച്ചു വെച്ചാക്കുന്നു. നോ ബാബാ പണി പിടിച്ചു. ഒന്നോട്ട് വിളിച്ച് നമ്മൾ കൊണ്ടുവരും. ഇവൻ രക്ഷപ്പെടും, പായകുർത്തിയാകത്തറിയാം, ഞാൻ കൊടുക്കും. വേണ്ട ഇതെല്ലാം മറക്കാവുന്ന. ഗൈസ് ഇവിടെ അങ്ങനെ പല സംഭവങ്ങളുണ്ട് കേട്ടോ. വേറൊരു സാധനം കണ്ടു കേട്ടോ, പഴയ വെയിറ്റ് മെഷീൻ. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന. ഞാനും പെട്ട സാധനം. ഇതിൻ്റെ അകത്തല്ല കിലോ കാണിക്കും. ഇത് വലിയ ഇതാ 50 kg തൊട്ട് 500 kg തൊട്ട് തുടങ്ങുള്ളൂ. 300, 500. എല്ലാവരും അപ്പനും അമ്മയും ഫ്രണ്ടിൽ പോയി. മൈക്കിളും അഭിരാമിയും ഫോട്ടോ എടുക്കാനാ വീഡിയോ. ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പൊ യൂട്യൂബർമാരെ തട്ടിയിട്ട് നടക്കത്തില്ല കേട്ടോ. എന്തിനാ അഭിരാമി ഇതാ ഷർട്ട്സ്? ഗൈസ് നോക്കൂ, എടി കിട്ടത്തില്ല. ഇങ്ങനെ വെളിച്ചം ലിവിനെ ബാക്കിൽ നിന്ന് എടുക്കണൂടാ, കിട്ടത്തില്ല. എന്നോട് പറഞ്ഞു ലൈസൻസ് ഉള്ള. ഗൈസ് ഇവിടുന്ന് നടന്നു പോകാനുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ദൂരമില്ല. എത്ര ദൂരം ഉണ്ട് ചേട്ടാ? 1 മിനിറ്റ്. പേരെന്നാ? മൈമൂട്ടി. ഗൈസ് നോക്കൂ, ഇത് നോക്കി നടത്തുന്ന ചേട്ടനാ. ഗൈസ് നോക്കൂ, അല്ല ഗൈസ് നോക്കൂ, അതായത് പുള്ളിക്കാരനാണ് നോക്കി നടത്തുന്നത്. അപ്പം ഞങ്ങൾ ഈ ഒരു കിടിലൻ സ്ഥലം, അതായത് ഒരു ഭയങ്കര ഫീലിംഗ് കേട്ടോ. ഗൈസ് നോക്കൂ, ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല ഇവിടെ വരാൻ നേരത്ത് ഇതിനെ സംബന്ധിച്ച് ആളുണ്ടാവുന്നത്. ഞാൻ വീഡിയോയിലൊക്കെ ഈ ചേട്ടനെ കണ്ടിരിക്കുന്നത്, റീൽസിലും സംഭവത്തിലൊക്കെ. അപ്രകാരമാണ് ഞാനിവിടെ വരണം തീരുമാനിച്ചത്. നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവൻ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവനൊരു സാൻഡ്രോ കാറി വരാൻ നേരത്ത് ഒരാൾ ഞങ്ങളെ തന്നെ നോക്കി ഇങ്ങനെ, ഞാൻ വിചാരിച്ചു എന്താ സംഭവം എന്ന്. ഗൈസ് അപ്പം ഈ കാണുന്ന ഈ ഒരു ഷെഡിൻ്റെ ഉള്ളിലാണ്. ഇതെങ്ങനെ വെച്ചാൽ കാർ കളക്ഷനായിട്ടല്ല, അതായത് ഇവരുടെ ഉപ്പാൻ്റെ ഉപ്പ, അതായത് വെല്ലുപ്പ ഉപയോഗിച്ച പുള്ളിക്ക് വണ്ടിപ്രാന്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വണ്ടിപ്രാന്തിൽ നിന്ന് പുള്ളി കളക്ട് ചെയ്ത കുറച്ച് വാഹനങ്ങൾ, അങ്ങനെ ഒരു വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടൊന്നുമല്ല. ഇവരിങ്ങനെ ഒരു അങ്ങനെയല്ലേ ഇവരിതെല്ലാം കൂടെ ഇവരുടെ വെല്ലുപ്പാൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ഷെഡ് അടിച്ച് ഇവിടെ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. അങ്ങനെയല്ലടാ? ഗൈസ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ തോന്നുന്നു കാണിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു എസ്റ്റേറ്റിൻ്റെ അകത്തോടെ നടന്ന് ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒരു ഫ്രീ ഒരു മൈൻഡോട് കൂടി നമുക്ക് വരാൻ പറ്റിയൊരു കിടിലൻ സ്ഥലം. ഇത് കണ്ടോ, ഇവിടെ ഓരോ വണ്ടി ഓരോന്നിട്ട് കാണാം. ഇതേതാടാ ബ്രാൻഡ്?
സ്റ്റാൻഡേർഡോ? സ്റ്റാൻഡേർഡ് ഏത് രാജ്യമാണ്? സ്റ്റാൻഡേർഡ് ഏത് രാജ്യമൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. പുള്ളി ഉപയോഗിച്ച വാഹനമാണ്. ഇനിയും ഉണ്ടെന്ന് പറഞ്ഞാൽ 10-12 വണ്ടി. അത് വേറെ സ്ഥലത്താവില്ല, ഇത് അടുത്ത വണ്ടി. ഇതൊക്കെ പുള്ളി അന്ന് മേടിച്ചാ ബോംബെ നിന്നൊക്കെ? ബോംബെ പിന്നെ എവിടെ നിന്നൊക്കെയാ? ബാംഗ്ലൂർ, മദ്രാസ്, ഇന്ത്യ. ആ ഗൈസ് ഇത് നോക്കിയേ, ഏതോ ഇത് ഫിയറ്റ്, പഴയ ഫിയറ്റ്. പിന്നെ ഇതേതാ വാഹനം? മോറിസ്. ഇത് മോറിസാ? മോറിസ് 1951 ഇതെന്താ ഇത് മോറിസ്? അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് ഏതോ മറ്റേ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാക്കുന്നു. നോക്കിയേ, ബോഡി കട്ടി നോക്കിയേ. ഇത് മോറിസിൻ്റെ ആണ്. എന്തോരം വണ്ടിയെന്നറിയാമോ? ഇതേ പഴയ ഹോണ്, ആ സംവിധാനങ്ങളൊക്കെ. ഇതൊക്കെ സ്റ്റാർട്ടാവുന്ന കേട്ടോ പറഞ്ഞേ. ഇത് പക്ഷേ പുറത്തിറക്കാൻ പറ്റത്തില്ലല്ലോ, പുറത്തിറക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ സ്റ്റാർട്ടാവുന്ന അവർ പറഞ്ഞേ. ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ എല്ലാം കാണുന്നുണ്ടോ? എല്ലാം മനസ്സിലായോ? ഇതെന്നാ ഇത് ഗൈസ്? ഇത് നോക്കിയേ, ഇത് ഫുൾ ഇതേപോലത്തെ ഓരോ ടൈപ്പ് ഇതാ ഫോർഡ് മോഡൽ എ. പഴയ സാധനം. പിന്നെ ഇതൊക്കെ അല്ലേ പണ്ട് രാജ്യത്തെ മറ്റേ നാട്ടുരാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചോണ്ടിരുന്ന സാധനം? അങ്ങനത്തെ സാധനങ്ങളാട്ടോ കാണുന്നത്. ഇവരുടെ കൂട്ടുകാരെ വിളിച്ചു. എല്ലാവരും കാസർഗോഡുകാരാണ്. എവിടെയാ കറക്റ്റ്? കാസർഗോഡ്. ഇവിടെ ഗൈസ് നോക്കൂ, വീട് കാസർഗോഡ്. എവിടെയാ? ഗൈസ് അടുത്ത 2 പേരും കൂടെ ഉണ്ടല്ലോ. എവിടെയാ? തൃക്കരിപ്പൂര്. എവിടെയാ? ഗൈസ് നോക്കൂ ഗൈസ്. അപ്പം ഇവിടെ വന്നപ്പം ഇവരെ കാണാൻ വേണ്ടി പറ്റി. കുറേ വണ്ടികളുണ്ട്, കുറേ സംഭവങ്ങൾ കാണാൻ. വണ്ടിയോട് ഇച്ചിരി പ്രിയമുള്ള ആൾക്കാർക്കില്ലേ, പഴയ വണ്ടിനെ കുറിച്ച് പഠിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട്, കുറേ വണ്ടികൾ കാണാൻ വേണ്ടി പറ്റും. യെസ് ഗൈസ്, ഇതാണ് ഫോർഡ്. അപ്പൊ ഇത് പിന്നെ വേറെ കാര്യം, ഈ ചേട്ടനൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. ഗൈസ് നോക്കൂ, പുള്ളിക്കാരൻ അത്യാവശ്യം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സംഭവമൊക്കെ പറഞ്ഞു തരും. പിന്നെ ഇത് കൂടാതെ ഇവിടെ ഒരു സ്റ്റോർ, പിന്നെ റീസ്റ്റോറേജ് സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെയാണ് ഇവരുടെ മറ്റേ നമ്മുടെ കാറൊക്കെ ഇരിക്കുന്നത്. ഇവിടെ വേറെ കുറേ കളക്ഷൻ ഉണ്ട്. അതായത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയൊരു സാധനമാണ്. ഇത് കണ്ടോ, സിവിക് ഓട്ടോമാറ്റിക്. ഗൈസ് അപ്രോക്സിമേറ്റ് 1977 ഇറങ്ങിയ സിവിക്, ഹോണ്ടയുടെ സിവിക് ആണ് നിങ്ങൾ കാണുന്നത്. ഓട്ടോമാറ്റിക്. അന്ന് ഇത് ട്രാക്കിൽ ഓടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വണ്ടിയായിരുന്നു. എന്തിനാ? ട്രാക്കില്. അന്നത്തെ ഹോണ്ടയുടെ ലോഗോ എങ്ങനെയാ? ഇങ്ങനെ തന്നെ കേട്ടോ. അന്നത്തെ ഹോണ്ടയുടെ ലോഗോ ഇങ്ങനെ തന്നെയാണ്. ഈ ഡിസൈൻ ഒക്കെ നോക്കിയാണ് എന്ത് രസമാണ്. ഇത് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ്. ഇത് എങ്ങനെ സംഭവം എന്നറിയോ? ഇത് ഇങ്ങനെയാണ് പൊക്കുന്നത്. അത് തന്നെ, ഇങ്ങനെ ഇങ്ങോട്ട് ഒളിക്കുക. ഗൈസ് വേറൊരു സാധനം കാണിച്ചു കേട്ടോ. ഇവിടെ വേറെ കുറേ കാറുകൾ എടുപ്പുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാത്ത വേറൊരു സാധനം ഞാൻ കാണിച്ചുതരാം. അതാണ് റഷ്യൻ ലാഡ. ഗൈസ് നമ്മൾ കസാക്കിസ്ഥാനിൽ, ഉസ്ബെക്കിസ്ഥാനിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട സാധനമാണ് ലാഡ. ഇത് ഫിയറ്റിൻ്റെ ഒരു വണ്ടിയാണ്. ഇതാ ഈ കിടക്കുന്ന സാധനമാണ് ലാഡ. അങ്ങോട്ട് കയറി പോകത്തില്ല കേട്ടോ, ഗ്യാപ്പ് ഉപയോഗിച്ച വണ്ടി പോലത്തെ സാധനം കണ്ടോ? ചെറുത് കൊച്ചുവണ്ടി, പഴയ ഫിയറ്റ്. ഗൈസ് ഇത് ഇവരുടെ ഗ്യാരേജ് ആട്ടോ. ഇതൊക്കെ ഇനി ലെവലാക്കി അങ്ങോട്ട് കയറ്റണം. അവർക്ക് നമ്മളെ വീഡിയോ നമ്മൾ എടുത്തോട്ടെ എന്ന് ചോദിച്ച് നമുക്ക് തന്ന ട്രക്കും സാധനമൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ സംഭവം കണ്ടു. ഞങ്ങൾ നേരെ തിരിച്ച് വണ്ടി എടുത്തോട്ട് പോവാണ്. ഇനി ഒരു സ്ഥലത്തും കൂടെ പോകാണ്ട്, അവിടെയും കൂടെ പോയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. യാദൃശ്യമായിട്ട് കണ്ട സ്ഥലം വളരെ മനോഹരമായിരിക്കുന്നു. ഒരു ദിവസം 100 പേര്, 50 പേര്, 60 പേര് അങ്ങനെയൊക്കെ ആൾക്കാരോട് വിസിറ്റ് ചെയ്യാൻ വരുമെന്നാട്ടോ ഇവർ പറഞ്ഞേ. ഗൈസ് അതായത് അങ്ങനെ അത്ര അറിയപ്പെടുന്ന സ്ഥലമല്ല, എന്നാലും അറിയപ്പെടുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു 2-3 മണിക്കൂർ ചിലവഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. നടന്ന് സംഭവം കണ്ട് വണ്ടികളും പിന്നെ അതുപോലെ ഇവിടെ കുറേ ആൻറ്റി സംബന്ധമായ സാധനങ്ങളും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതുപോലെ കാപ്പിത്തോട്ടവും ഇതുപോലെ കാപ്പിയുടെ സംഭവങ്ങളും ഇതൊക്കെ കണ്ട് ഇതേപോലെ ഇങ്ങനെ ഇതിൽ സഞ്ചരിക്കാം. നമ്മുടെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. 2 ലൊക്കേഷനാണ് നിങ്ങൾ കാണാൻ പ്ലാൻ ചെയ്തത്. ഞാൻ കുറച്ച് നേരത്തേക്ക് വണ്ടി അഭിരാമിയുടെ നിന്ന് വാങ്ങിച്ചു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിരാമി ഓടിച്ചാൽ നാളെ രാവിലെ എത്തുമെന്നാണ് എബിൻ അവകാശപ്പെടുന്നത്. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ പോയതാട്ടോ. പക്ഷെ ഭയങ്കര സ്ഥലമല്ലേ, ഭയങ്കര എക്സ്പീരിയൻസ്. അതായത് 100 രൂപയ്ക്ക് കാണാൻ പറ്റിയ ഏറ്റവും വെർത്തായ സ്ഥലം. അതായത് നമ്മളങ്ങനെ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും പോയതല്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഫീലിങ്. പിന്നെ അത് കൂടാതെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് പോയാൽ നാച്ചുറൽ ഒരു ഫീലിങ്. അതിൻ്റെ അകത്ത് ഇതുപോലത്തെ ഒരു സംഭവം കൊള്ളാം. അടുത്ത് നോക്കി നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴി തന്നെ ഒരു കാട്ടിക്കൂടെ നമുക്ക് യാത്ര ചെയ്ത് പോവാം. യെസ്, നമുക്കിനി അടുത്ത സ്പോട്ട് ഉണ്ട്. അതൊരു തൂക്കുപാലമാണ്. അവിടെ കൂടെ പോയി കണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ വീട്ടിലേക്ക് പോകട്ടോ. ഈ കാണുന്ന തൂക്കുപാലമാണ് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം. ഗൈസ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കർണാടകത്തിൽ വന്ന ഇതുപോലത്തെ കുറച്ച് കിടിലും വൈകുന്നേരങ്ങളിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ. സുന്ദരൻ കുടുക്കൻ വേണ്ടി തോന്നില്ലേ? അങ്ങോട്ട് നോക്കിയേ, ഗോൾഡൻ കളറ്. ഗൈസ് ഫുള്ള് പ്രത്യേക രീതിയാട്ടോ. ഇന്ന്
ഫുള്ള് ഇത് നോക്കിയേ, ഇവിടെ ഒരു ഗോൾഡൻ കളർ വേറൊരു രീതിയിലുള്ള സെറ്റപ്പ് നോക്കിയേ. ആ യൂറോപ്പിലൊക്കെ നമ്മൾ കാണുന്ന തെങ്ങ് ഇങ്ങോട്ട് നോക്കി. ഗൈസ് നമ്മളുണ്ടല്ലോ, നമ്മൾ കറക്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഞങ്ങൾ വണ്ടി ഇട്ടു, ഇവിടുന്ന് എല്ലാവരും ഇറങ്ങി. ഇത് കണ്ടോ, ഈ കാണുന്ന അവിടെ അങ്ങോട്ട് നടന്നു പോകാൻ പറ്റിയൊരു തൂക്കോലുണ്ട്, ചെറിയൊരു തൂക്കോലാണ്. അപ്പോൾ അത് കാണുക എന്നുള്ള അവിടെ വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് മസ്റ്റായിട്ട് പോവുള്ളൂ. ഇതിന്റെ പേര് തന്നെ സ്വർണ്ണമായിട്ടുള്ള തൂക്കുപാലം. കാരണം സ്വർണ്ണം പൂളിയിട്ടുണ്ട് ഇതിനകത്ത്. ഗൈസ് നമ്മൾ അത് കാണാൻ വേണ്ടി പൂളിയിട്ടല്ല, ചെറിയ വ്യത്യാസം വന്ന് പൂശിയിട്ടുണ്ട്. അതെ ഗൈസ്, സാധനം ഒന്ന് പൂട്ടട്ടെ. അറിഞ്ഞോ മൈക്കിൾ ഉറങ്ങിയോ? കണ്ണൊക്കെ തുറന്നിട്ടുണ്ടല്ലോ. ഗൈസ് ഇത് കണ്ടോ, ഇത് ക്രോസ് ചെയ്യുന്നു, നേരെ ഞങ്ങൾ ഇതേ ആ തൂക്കുപാലത്തിലേക്ക് കയറുന്നു. അത്യാവശ്യം നല്ല രീതി വണ്ടി ഉണ്ട് കേട്ടോ, അപ്പുറവും ഇപ്പുറവും. ഗൈസ് നോക്കൂ, ഈ കാണുന്ന തൂക്കുപാലത്തിലേക്കാണ് നമുക്ക് കയറേണ്ടത്. ഒരു കരിമ്പടം പോലത്തെ ഒരു സാധനം, തേങ്ങാക്കൊല. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി വാ അങ്ങോട്ട് പോട്ടെ. ഗൈസ് എന്നാ ഗൈസ്, ഇതൊരു അത്യാവശ്യം വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും, റോഡിൻ്റെ അല്ലല്ലോ സോറി, പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ഫുള്ള് വെള്ളമാണ്. അങ്ങനെയാണല്ലോ പാലം ഉണ്ടാകുന്നത്, അറിയാലോ. എടീ പൊട്ടി, പാലം ഉണ്ടാകുന്നത് എങ്ങനെയാ? ആറുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കണക്കുള്ള ആറ്. നിനക്ക് വല്ല മനസ്സിലായോ എൻ്റെ മുത്രം? നീ കൊച്ചിന് ഒരു ഐസ്ക്രീം ഒരു സത്യം പറയട്ടെ, മേക്കപ്പ് ഒക്കെ ഇട്ട് അതല്ല, മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് വെളുത്ത് വന്ന് അവരെ കറുത്തു പോയി. നമ്മൾ ഇന്ന് ഇട്ട വെയിലത്തെല്ലാം പോയി. കിട്ടും 600 രൂപ എടുക്കുവാണെങ്കിൽ ഏഷ്യൻ വൈറ്റ് വൈറ്റ് കിട്ടും. ഗൈസ് അത്യാവശ്യം ഇത് നോക്കിയേ, ഇത് മറ്റേ ഇതാട്ടോ, കോൺക്രീറ്റ് ആണ്. അത്യാവശ്യം ഞങ്ങൾക്ക് പോകാൻ പറ്റും കേട്ടോ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പഴയ രീതിയിലുള്ളതാണ് കുലുങ്ങുന്നത്. മോഡേൺ ആയത്, അതുകൊണ്ട് ഇത് കുലുങ്ങാത്ത. ഇവനെ എപ്പോഴും പഴയ സെറ്റപ്പ് ആട്ടോ നല്ലത്. നീ ഇങ്ങോട്ട് വന്നേ, ഇത് നോക്കിയല്ലേ ഇവനെ, അത് ക്ലിപ്പേന്ന് വിട്ടു, അത് വികസിച്ചല്ലേ ഇവനെ. എന്ത് രസം നോക്കിയേ, ഇത് ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, ഇതിലെ ബൈക്കുകൾ പോകുന്ന എബിനെ. അതുകൊണ്ടാണ് ഈ കോൺക്രീറ്റ് ഇട്ടിട്ട് സാധനം കയറ്റിയേക്കുന്നത്. മരത്തിനേക്കാളും ബലമാണ്, ഡ്യൂറബിലിറ്റി ഉണ്ട്. എന്തുണ്ട്? ഡ്യൂറബിലിറ്റി. ഇത് കണ്ടോ, അക്കരെ ഗ്രാമത്തിൽ നിന്ന് ഇക്കരെ ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി പണിത തൂക്കുവാലോ കേട്ടോ. അപ്പുറം നോക്കി എന്ത് രസമാണ്. നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോടാ കാര്യങ്ങൾ. ഇതുപോലെ ഇന്ത്യൻ മാറിക്കോ, എന്റെ കൈക്ക് വന്നത് പ്രശ്നമല്ല. എബിനെ, ഇതുപോലെ ഇന്തോനേഷ്യ ആണ്. അതെ, ഇപ്പൊ പറഞ്ഞിടും വില്ലേജിലേക്ക് പോകുന്ന വഴി കേട്ടോ. കൈസ് ഇത് കണ്ടോ, ഇതിന്റെ ഈ ഒരു വശം നോക്കിയേ, ഫുള്ള് കിടിലൊരു നദി. പിന്നെ അതിനേക്കാളും രസം നോക്കി ഇങ്ങോട്ട് നോക്കി. ഗൈസ് സത്യം കേട്ടോ, ലിബി പറഞ്ഞേ. മൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിക്കാം കേട്ടോ. ഹായ് മൈക്കിളിനെ മുടി വെട്ടിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് മൈക്കിൾ മുടി വെട്ടാൻ സമ്മതിച്ചില്ല. ഞാൻ ഏറ്റെടുത്തു കൊട്ടേഷൻ, കൊച്ചിനെ പിടിച്ചിട്ട് മുടി വെട്ടി. കൊച്ചെനിക്ക് കൊട്ടേഷൻ തന്നു, പിന്നെ എന്നോട് മിണ്ടിയിട്ടില്ല. പിന്നെ കാണുമ്പോൾ കറക്റ്റ് വാങ്ങിട്ട് ഓരോന്ന് പകയുന്നുണ്ട്. സത്യമല്ലേ? ഡിഷീഷ വെള്ളം, ഡിഷർ വെള്ളം, ഡിഷീഷ വാട്ടർ, വാട്ടർ. ഇംഗ്ലീഷ്? അങ്ങോട്ട് കിടക്കാം, അവിടെ നല്ല പ്രകൃതി ഭംഗിയുണ്ട്. മമ്മിയുടെ തള്ളു പണ്ട് ഞങ്ങൾക്ക് കണ്ടം ഉണ്ടായിരുന്നപ്പം, ഇവനെ ഇപ്പൊ അമ്മയുടെ തള്ളു തുടങ്ങും. പണ്ട് ഞങ്ങൾക്ക് കണ്ടം ഉണ്ടായിരുന്നപ്പോ അവിടെ പയറുണ്ടായിരുന്നു. 12. ഗൈസ് ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വില്ലേജ് ആട്ടോ, നല്ല കെട്ടിലും വില്ലേജ്. ഇത് അത്യാവശ്യം നല്ല രീതി കാണാനുണ്ട്, നല്ല നാച്ചുറൽ ബ്യൂട്ടി. ലിബിനെ കണ്ടോ ഫുൾ കവുങ്ങും തെങ്ങും. കേരളത്തെക്കാളും ഉള്ളത് ഇവിടെയാ, കർണാടകത്തില്. ഇപ്പം പണ്ട് എവിടെയായിരുന്നു? കേരളത്തില്. ഈ കാണുന്ന വഴി എനിക്കിപ്പോ മനസ്സിലായത് ഇതേതോ വില്ലേജിലേക്ക് അങ്ങോട്ട് പോയി നോക്കിട്ട് വരാം. എനിക്ക് തോന്നുന്നു എന്നാ സംഭവം വെച്ചാൽ ഇത് വളഞ്ഞു ചുറ്റി പോകേണ്ട ഒരു സ്ഥലമാണ്. അത് വെള്ളം കൂടുമ്പോൾ ഇന്തോനേഷ്യ ഒക്കെ ഇതേപോലത്തെ സംഭവമൊക്കെ വെച്ചാണ് അവർ ടൂറിസം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഇവിടെ കുറച്ച് പുല്ലും സാധനം ഉണ്ടാവും. അതാണ് അവരുടെ റൈസ് പാടി. ഇന്ത്യയുടെ വാല കെട്ടിയടിക്കാനുള്ള ഒരു രാജ്യം ഒരു സ്ഥലം കാണാൻ വേണ്ടി ടൂറിസ്റ്റുകൾക്ക്. ടൂറിസത്തിൽ ഇന്ത്യ കേട്ടോ കിങ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് പ്ലേസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളുടെ കലവറ എന്ന് പറയപ്പെടുന്നത്. അതെ കൈസ്, ഇതിപ്പോ ഞങ്ങളുടെ വീടിന്റെ അവിടുന്ന് നിസ്സാര ദൂരമേ ഉള്ളൂ. അവിടുന്ന് വന്നപ്പോഴാണ് പാലക്കാട് പോകുന്ന ഒരു ഇതുപോലെ ഇല്ലേ ഇവനെ. സത്യം കേട്ടോ, പശു മേയുന്ന നോക്കിയേ ഗൈസ്, ഇവിടെ നോക്കിയേ പശു മേയുന്നേ. എന്താ രസം അറിയാം, നല്ലൊരു ബ്യൂട്ടിനെസ് ആണ്. ഏറ്റവും നല്ല ഈ ഇരുട്ടും ആ വെളിച്ചം കൂടെ നോക്കി അടയ്ക്കാൻ വരെ നോക്കി. ഗൈസ് ഇതൊക്കെ ഉണ്ടല്ലോ
ഒരു പ്രത്യേക ഫീലിംഗ് ഉള്ള സ്ഥലമാണ്. അപ്പനെ ഇഷ്ടപ്പെട്ടോ? അയ്യോ ഇഷ്ടപ്പെടാതെ വയലും കേരളം പോലെ തന്നെയുണ്ട്. ദിസ് ഈസ് എ കർണാടക. കേരളം പോലോ? കേരളത്തിനേക്കാളും നല്ല ഭംഗിയുണ്ട് ഈ അങ്ങനെ പറയരുത്. ഇന്ന് അപ്പനായി ഈ ലുക്ക്. അപ്പനെ ഇന്ന് ഫ്ലൈറ്റ് കയറ്റി വിടും കേട്ടോ ആൾക്കാര്. ഇന്ന് ഫ്ലൈറ്റ് കയറ്റി ഫ്ലൈറ്റ് ഇവനെ ഇറക്കി വിടാൻ ഒന്ന് വെറുതെ ഇറക്കി വിട്ട് നമുക്ക് ഓടി അല്ല നമുക്ക് ഓടി പിടിക്കാം ഇവിടുന്ന് തന്നെ. നോക്കണേ എന്ത് ഓടിയോ? ആ വെള്ളത്തിലൊന്നും ഇറക്കണ്ടപ്പാ. വ്യത്യാസമുണ്ട്. എന്നാ വ്യത്യാസമുള്ള? നല്ലൊരു പൂവ്. ഓ ശരി കേട്ടോ, നല്ല രസമുണ്ട്. മമ്മി പറഞ്ഞ പോലെ പ്രത്യേക ഫീലിംഗ് ആണ്. തമിഴ്നാട്ടിലെ മഞ്ഞ, ആ കേരളത്തിലെ വെള്ള, തീമഞ്ഞ. നമ്മളെ വെള്ള സമാധാനം. തീമഞ്ഞ നമ്മുടെ ഇവിടെയുള്ള. എന്ത് രസമാണ് കാണാൻ വേണ്ടി. ഇവനെ അങ്ങോട്ട് നോക്കിയേ. ആ ചേട്ടൻ പോയ ഫ്രെയിമിലോട്ട് നോക്കി. ഞാൻ ആളെ കാണുന്നില്ല. പണ്ടത്തെ ഈ എന്നിട്ട് നാട്ടുവഴിയിലേതൊക്കെ പറയില്ലേ, ആ ആ സംഭവം ഏതാ പാട്ട് എങ്ങനെയാണ് നിനക്ക് ഇത് സംഭവിച്ചേ? നിന്റെ മുഖത്തിന് എന്നെ സംഭവിച്ചേ? എന്നാ ടാൻ? മമ്മി ഉള്ള കാട്ടുചാപ്പൊക്കെ പറിച്ചിട്ട് എന്നോട് നോക്കാൻ. ഇതെന്നാ ഈ സാധനമൊക്കെ കൊങ്ങിണി എന്തോ ആവശ്യത്തിന് ഉപകാരപ്പെടുന്നല്ലേ? ഇത് മരുന്നല്ലേ? ഈ സാധനമൊക്കെ പറിച്ചിട്ട് ചെടി മാറിപ്പോയാൽ അവിടെ നിന്ന് പോലീസുകാരും പിടിക്കും. അതെ, അതൊന്നും പറിക്കാൻ പാടില്ല. അറിയാവോ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരു അതായത് നമ്മുടെ യാത്രയിൽ, അതായത് നമ്മുടെ ഇപ്പം നടക്കുന്ന വൈൽഡ് ലൈഫ്, അതായത് വൈൽഡ് ലൈഫ് ഇൻ ദ വേൾഡ്, അതിൽ ഏറ്റവും വലിയ വിഷയം എന്നാന്ന് വിത്ത് അതായത് വിത്ത്, പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ഇത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് നമ്മുടെ വണ്ടിയിലായിപ്പോയി പിടിച്ചു കഴിഞ്ഞാൽ വൻ വിഷയമാണ്. ചില ആൾക്കാർ വിടും. പുഴയുടെ സൈഡിലേക്ക് വന്ന് ഇത് നോക്കിയേ, ഓരോ പൂക്കൾ നോക്കിയേ. ഇത് നിനക്ക് അറിയത്തില്ല പൂ എന്നാ? ഇത് പൂ പറഞ്ഞു കൊടുക്കാം അവരാമി. ഇതുണ്ടല്ലോ സത്യത്തില് നമ്മുടെ ഇന്ത്യയിലുള്ള ചെടിയല്ല, ഇതിവിടെ കൊണ്ടുവന്ന ചെടിയാ. പക്ഷെ ഇത് എവിടെ കണ്ടാലും നമ്മൾ നശിപ്പിച്ച് കളയണ്ട. ഇത് നമ്മുടെ കൃഷിയൊക്കെ നശിപ്പിക്കും. ഇവനെ വെള്ളത്തിനോട് ഇച്ചിരി ഭ്രാന്ത് കൂടുതലുള്ളവനാട്ടോ. ഞങ്ങളുടെ കുടുംബം മൊത്തം ഭ്രാന്തുള്ള കാരണം ഒരുത്തരും കൂടെ അപ്പൊ ഭ്രാന്ത് കുഴപ്പമില്ല. വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയാണോ ഇപ്പൊ? ആഴമില്ല മമ്മി, ആഴമുണ്ട് ഇപ്പൊ, ഇറക്കണ്ടോ ഇപ്പൊ? അയ്യോ വെള്ളം മാത്രം അതിന്റെ അപ്പുറം ഇറക്കണ്ട കേട്ടോ. ആഴമുണ്ട് കേട്ടോ, ആഴമുള്ള സ്ഥലോ. ഇല്ല അപ്പം പിടിക്കും. അപ്പന് നന്നായിട്ട് നീന്തൽ അറിയാടി, പേടിക്കണ്ട. അപ്പം ചങ്ങനാശ്ശേരി കായലിന്റെ തൊട്ട് സൈഡിൽ കിടന്നാ. നമ്മൾ മതിയില്ലേ? പൊന്നു മോനെ പറയുന്നേക്ക വള്ളത്തോട് കളിച്ചില്ലെങ്കിൽ പേടിയാ. അവിടെ മുതല കാണുമ്പോ മുതലുള്ള തിരിച്ചു പോട്ടാ. ഞങ്ങള് ഭയമുള്ള കൂട്ടത്തിലല്ല. ഞങ്ങൾ ഈ ലോകത്തിന്റെ ഏത് വശത്ത് പോലെ അമ്മ പറയുന്ന കാര്യം, വെള്ളത്തിൽ പോകരുത്. സത്യം കേട്ടോ. ഇതിനെന്തോ ഒരു ആഴം ഉണ്ടെന്നോ ഇതിന് എത്ര ഇതുണ്ടെന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല. ഇത് ആ ഒരു തൂക്കുപാലത്തിന്റെ ഇത് നോക്കിയേ ലിബിനെ, ഇങ്ങോട്ട് നോക്കിയേ, ഇത് നോക്കിയേ, എന്ത് രസം നോക്കിയാ കാണാൻ വേണ്ടി. പൊക്കോ 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 പൊക്കോ. നീ കുഞ്ഞാന്ന് വിചാരിച്ചു നിനക്ക് സായന്ത്രം നിന്നിട്ട് നീ കാരണം ഞാനാ കേട്ടെ. ഞങ്ങളുണ്ടല്ലോ, പിന്നെ ഇവന് വെള്ളത്തിനോട് ഇച്ചിരി ഇതുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പൂള് പണിയാന്ന് വിചാരിച്ചാൽ, പൂള് പണിയായിരിക്കുന്നത് അതുകൊണ്ടാട്ടോ. ഇവന് വെള്ളം കണ്ട വട്ട അല്ലാടാ ഇവന്. എന്നാ കേട്ടില്ല? ഇവന് വെള്ളം കണ്ട വട്ട. ഇവന് വട്ട, ഇവന് വട്ടും എനിക്ക് ഭ്രാന്തുവാ. ഞങ്ങൾ വെള്ളത്തിൽ ഇറക്കാത്തതിന് കരയുന്ന. ഇവിടുന്ന് നമുക്ക് നീന്തിയാലോ? കള്ളക്കാരൊന്നും വരുന്നില്ലേ? മറിക്ക മറിക്ക മറിക്ക, വില്ലേജിൽ നിന്ന് ആൾക്കാർ വരുന്നു. ശ്രദ്ധിച്ചു പോടോ ലിപി, എത്തൂല. എടി ഇങ്ങനെ സൈഡിൽ നിന്ന് മാറിക്കൊടുക്കടി. ഓ ഇതൊന്നും ഒന്നുമല്ല. ഞാനങ്ങ് ചൈനയിൽ കയറി ഇതൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഇതൊക്കെ വല്ലതും ആണോ? ഓ ഇത് നല്ല ആഴമുണ്ട്. മൂന്നാളുടെ ഇതാ വണ്ടി വണ്ടി വണ്ടി. മമ്മി അങ്ങോട്ട് മാറി നിൽക്കും മമ്മി. ഗൈസ് വൈകുന്നേരം ആയപ്പോഴും എല്ലാവരും പണി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സമയമാണ്. ഇതിപ്പോൾ എന്തോ എനിക്ക് കുട്ടനാട്ടിൽ കൂടെ നടക്കുന്നൊരു ഫീലിംഗ് വരുന്നത്. ഉണ്ട് ഗൈസ്, സംഭവം വിഷയമായിട്ടോ. സംഭവം വലിയ വിഷയമായി. സംഭവം വെള്ളത്തിൽ നിന്ന് കയറ്റിയാനാ അലമ്പായി, അടിച്ചു. എൻ്റെ അനിയനെ നീ തല്ലിയോടാ.
കലി ഇവന്റെ കർണ കുറ്റിക്കിട്ട് ഒറ്റയടി എടാ നമ്മൾ ഇവിടുന്ന് ലഡാക്കിലേക്കും മറ്റ് സ്ഥലത്തേക്കും പോകുന്ന പോലെയാണ്. ഇവിടെ ഇഷ്ടം പോലെ കൂർഗില് ഏത് സംസ്ഥാനം ഡാഡു നമ്മൾ പോയതാ. എടി ഗുജറാത്തിൽ ഗോവ കഴിഞ്ഞ് നമ്മൾ കയറിയ സ്ഥലം വിശ്വസിച്ചു. DD സംസ്ഥാനമല്ല, കേന്ദ്രഭരണ പ്രദേശം. എടി നമ്മൾ പോയത് ഗുജറാത്തിന്റെ കൂടുതൽ ഭാഗത്താണ് നമ്മൾ ഈ DD എന്ന് പറഞ്ഞിട്ടുണ്ട്. പോയ സ്ഥലം ഗൈസ്. ഇവിടെ നമ്മൾ അങ്ങോട്ട് ലഡാക്ക് അങ്ങനെ പോകുമ്പോൾ അവിടെയുള്ളവർ അവിടെ നിന്ന് ഇങ്ങോട്ട് കാണാൻ വേണ്ടി വരുന്നതാണ് ഈ ഒരു വശം കേട്ടോ. ഭയങ്കര വണ്ടി കേട്ടോ. വണ്ടി മമ്മി എങ്ങോട്ടാ പോകുന്നത്? നേരത്തെ പോയിട്ട് തന്നെ പരിപാടിയൊന്നുമില്ല. അവിടെ നിൽക്കുക ഗൈസ്, അവിടെ നിൽക്കുക. വെയിറ്റ് നമ്മളെപ്പോഴും വിദേശികളെ പോലെ ആയിരിക്കണം. ക്ഷമ ബുദ്ധന്റെ ഫലം ചെയ്യും. ഗൈസ്, ഈ കാണുന്ന വണ്ടിയിലെ ആൾക്കാരെല്ലാം ആ ട്രാവലർ ഒന്നാക്കുന്ന ഇവരെല്ലാം ഇത് കാണാൻ വേണ്ടി ഒന്നാക്കുന്ന കേട്ടോ. എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടിയെ കയറാം. നൈസ് പ്ലേസ്, എന്താ രസം നോക്കിയേ ഗൈസ്. നോക്കൂ, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ ഒരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് സീ യു ഗൈസ്.